ഇത് ഡയറക്റ്റ്ലി പെയിൻറ്റിംഗ് ആക്കി കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സാവും. കൂടാതെ ഇതിരി കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു പുതിയൊരു പ്രാക്ടീസ് മെത്തേഡ് പഠിച്ചു. അതാണ് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. നിങ്ങൾ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? അത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ട്രീയും ഒരുപാട് വലിയ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് തോന്നാറുണ്ടോ? അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റാതെ വന്നിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച് ഇൻ ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്സ്. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഇതിന്റെ ഫസ്റ്റ് ആർട്സ് ക്ലാസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു ഭയങ്കര ഒരു ജെന്റിൽമാൻ ലുക്കിലേക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വെൽക്കം ടു മൈ ക്ലാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത് A to Z പെൻസിൽ ഡ്രോയിങ്ങിന്റെ ക്ലാസ് ആയിരുന്നു. A to Z പെൻസിൽ ഡ്രോയിങ്. A to Z സാറിന്റെ A to Z പെൻസിൽ ഡ്രോയിങ്. അതിനൊരു ഗുരുവായിട്ട് ഇത്രയും ആളുകളെ ഇടയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത് സച്ചിൻ സാറിനെയാണ്. അതിനുശേഷമാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ബാച്ച് മുതൽ സാറിന്റെ എല്ലാ കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ വ്യത്യാസം ഭയങ്കരമായിരുന്നു. അതും ഏറ്റവും നല്ല ഗുരുവിനെ തന്നെ കിട്ടി. നമ്മൾക്ക് ദൈവം ഒരു സ്കില്ല് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കും. എനിക്കറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് ആഗ്രഹം. ആ ഒരു ആഗ്രഹമാണ് ഇതിന്റെ പുറകെ ഓടാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കളർ ആശ്വാസവും കൂടിയാണ്. നിറങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പൂമ്പാറ്റകളെ പോലെ പിന്നെയും പറക്കും. അപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു പെയിൻറ്റിംഗ് ആണ്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കളർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ചെറിയ ചെറിയ പാറ്റേൺസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും ഒരു ലാർജ് ഷേപ്പാണ്. ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച് ഇൻ ലാൻഡ്സ്കേപ്പ് എന്ന് വിളിക്കാം. ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. അപ്പോൾ ഈ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഇമേജിനെ ലൈനും ടോണുമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് ഷെയ്ഡ് ചെയ്യാതെ ലൈനും ടോണുമാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക് ഷേപ്പ് എന്താണെന്ന് നോക്കുക. ഈ ബേസിക് ഷേപ്പുകൾ വരച്ചിടുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമില്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ആ ഹൗസിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇതാണ് കേട്ടോ മാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കില്ല, ജസ്റ്റ് അടയാളപ്പെടുത്തി പോവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ചിത്രം നോക്കി നമ്മൾ അതേപടി ബേസിക് ഷേപ്പുകൾ മാർക്ക് ചെയ്തിട്ടു. വളരെ ലൈറ്റായിട്ടുള്ള മിനിമലായിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് അതിൻ്റെ ബേസിക് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. ഔട്ട്ലൈൻ വരയ്ക്കുക. ഒരു കാർട്ടൂൺ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതേപടി ഇതിന് നമ്മൾ ഔട്ട്ലൈൻ ഇടും. ഡാർക്കായിട്ട് തന്നെ ഔട്ട്ലൈൻ ഇടും. ഇപ്പോൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കാരണം കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇടാൻ പറ്റും. ഇപ്പോൾ ഈ ലൈൻസ് വിസിബിൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വളവും തിരിവൊക്കെ നോക്കുക. കണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഓട്. അപ്പോൾ ഞാൻ അവിടെ ആ ലൈൻസിന് ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ താഴെയുള്ള ആ ഒരു ലൈൻ കണ്ടോ, അതൊരു വേവി പോലത്തെ ലൈനാണ്. ഓടിൻ്റെ ഷേപ്പൊക്കെ വിസിബിളാണ് അവിടെ. അതുപോലെ തന്നെ ഞാൻ വരയ്ക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി കണ്ടോ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, വൈറ്റ് ഗ്യാപ്പ് ഉണ്ട്, ഡോട്ട് പോലെ. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഏകദേശം ആ രീതിയിൽ തന്നെ ഗ്യാപ്പായിട്ട് തന്നെ ചെയ്തിടുക. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം പാറ്റേൺ ശ്രദ്ധിക്കരുത്. നമ്മൾ ഈ വിൻഡോ വരച്ചപ്പോൾ എന്താ നോക്കിയത്, വിൻഡോൻ്റെ ഔട്ട്ലൈൻ വരച്ചു, ഫ്രെയിം എല്ലാം വരച്ചു, പിന്നെ ഷാഡോ നോക്കി ഷാഡോ മാർക്ക് ചെയ്തിട്ടു അല്ലേ, സെയിം മെത്തേഡ്. ഇതിൻ്റെ ടോട്ടൽ ഷേപ്പ് നോക്കി ഇടയിലുള്ള ഗ്യാപ്പൊക്കെ വരച്ചിട്ടു. ഇനി ഈ ബ്ലാക്ക് പോലത്തെ ഷാഡോ വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീൻ പോലത്തെ ഷാഡോ. അപ്പോൾ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ അതെന്ത് ഷേപ്പിലാണ് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തിടാം. ഇങ്ങനെ ലൈൻസാക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽറ്റി വരില്ല. കാരണം
കോംപ്ലക്സ് ഒബ്ജക്റ്റുകൾ നമ്മൾ ഒഴിവാക്കി, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് നമ്മൾ ഒഴിവാക്കി. ലൈറ്റ് ആൻഡ് ഷാഡോ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. അതിന് പകരം ലൈറ്റ് ആൻഡ് ഷാഡോ ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ റെഫറൻസ് ഇമേജ് ആണ്. ഇതിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കരുത്, ഇതിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കരുത്. അടുത്ത സ്റ്റെപ്പും കൂടി കഴിയുമ്പോൾ ഈ ഒരു റെഫറൻസ് ഇമേജ് നമ്മൾ മാറ്റി വയ്ക്കും. ഇത് നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. പരിപാടി പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മുടെ റിയൽ റെഫറൻസ് ഇമേജ്. നമ്മൾ ക്യാൻവാസിലോട്ടൊക്കെ നല്ല പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇനി ലൈൻ അപ്രോച്ച് നമ്മൾ ചെയ്തു, ഇനി ടോൺ അപ്രോച്ചാണ്. ഇതിലുള്ള ടോണുകൾ നമുക്ക് വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റണം. ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ മാറി മാറി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ നോർമലി ഇത് മാത്രമാണ് നമ്മുടെ റെഫറൻസ് ഇമേജ് എങ്കിൽ ഞാൻ മാറ്റി വയ്ക്കാം. ഇത് മാത്രമാണെങ്കിൽ ഒരു ബിഗിനർ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്, ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഏതൊക്കെ ഷെയ്ഡ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ടോട്ടൽ ഇതിനെ ഡിഫറെൻറ്റ് സിമ്പിൾ 3-4 ഷെയ്ഡാക്കി മാറ്റാം. ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ. എന്നിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്യാം. ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വെളിച്ചം ഡയറക്റ്റ്ലി ആ വസ്തുവിൽ പതിച്ച് ഡയറക്റ്റ്ലി നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അവിടെ വൈറ്റ് ആയിട്ട് തോന്നും. അതിനാണ് ഹൈലൈറ്റ് എന്ന് പറയുക. അത് ഇവിടെയൊക്കെ ഹൈലൈറ്റ് ഉണ്ട്, ഇതൊക്കെ ഹൈലൈറ്റ് ആണോ. ആ മരത്തിൻ്റെ അറ്റത്തൊക്കെ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, വൈറ്റായിട്ട് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഹൈലൈറ്റ് എന്ന് വിളിക്കാം. ഹൈലൈറ്റ് നമുക്കുണ്ട്, ലൈറ്റ് ടോൺ ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ് വീഴുന്ന ഭാഗം, മിഡിൽ ടോൺ ഉണ്ട്, ഡാർക്ക് ടോൺ ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഹൈലൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ വിടുക, അവിടെ ഒന്നും ചെയ്യുന്നില്ല. ലൈറ്റ് ടോൺ ഞാൻ ചെയ്യുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഗ്യാപ്പുള്ള ലൈൻസ് വെച്ചിട്ട്, വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ട് ലൈറ്റ് ടോൺ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മിഡിൽ ടോൺ മാർക്ക് ചെയ്യുന്നത് ഗ്യാപ്പ് കുറഞ്ഞ ചെരിഞ്ഞ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഡാർക്ക് ടോൺ മാർക്ക് ചെയ്യുന്നത് ക്രോസ് ഹാച്ചിങ് ഉപയോഗിച്ചിട്ടാണ്. ഇത്തരത്തിലാണ് ആ ലാൻഡ്സ്കേപ്പിനെ നമ്മൾ കൺവേർട്ടാക്കുന്നത്. ഇതാണ് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. ഇത് ഡയറക്റ്റ്ലി പെയിൻറ്റിങ് ആക്കി കൺവേർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സാവും. കൂടാതെ ഇതിരി കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു പുതിയൊരു പ്രാക്ടീസ് മെത്തേഡ് പഠിച്ചു. അതാണ് ലൈൻ ആൻഡ് ടോൺ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചു. ഔട്ട്ലൈൻ വരച്ച സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ഷേപ്പ് മാത്രമാണ്. എന്നിട്ട് അതിനെ ഡിഫറെൻറ്റ് ടോണാക്കി തിരിച്ചു. ഹൈലൈറ്റ്, ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ. ഹൈലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഡയറക്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ വൈറ്റ് ഗ്യാപ്പായിട്ട് തന്നെ വിട്ടത്. ലൈറ്റ് ടോൺ വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ വെർട്ടിക്കലി ഹാച്ച് ചെയ്തു. മിഡിൽ ടോൺ വരുന്ന ഭാഗങ്ങൾ ചെരിച്ച് ഹാച്ച് ചെയ്തു. ഡാർക്ക് ടോൺ വരുന്ന ഭാഗങ്ങൾ ക്രോസ് ഹാച്ച് ചെയ്തു. ഇനി നിങ്ങളിത് പെയിൻറ്റിങ് ആക്കി മാറ്റുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായി? ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ഇമേജ് സിംപ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കളർ മിക്സ് ചെയ്യുമ്പോഴും അത് ലൈറ്റാണോ ഡാർക്കാണോ എന്ന് അറിയാനായിട്ട് പാറ്റേൺസ് മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇതൊക്കെ കറക്റ്റ് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന പോലത്തെ ഫീൽ വരുന്നത് കണ്ടോ? അത് നമ്മൾ ലൈറ്റ് ആൻഡ് ഷാഡോ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. വലിയ വലിയ ആർട്ടിസ്റ്റുകൾ നോർമൽ സ്കെച്ചിങ്ങിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിൽ ഒരുപാട് സ്കെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടാണ് അവർ നോർമൽ സ്കെച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുന്നത്. സോ ഓരോ പെയിൻറ്റ് കളർ മിക്സ് ചെയ്യുമ്പോഴും അവർ സിംപ്ലിഫൈഡ് ആക്കിയിട്ടാണ് പെയിൻറ്റിംഗ് ആക്കി കൺവേർട്ട് ആക്കുന്നുണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നല്ല റിസൾട്ടും തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ തവണയും പറയും പോലെ പേഴ്സണലായിട്ടൊരു കാര്യം കൂടി പറയാം. വീഡിയോ കണ്ടിട്ട് തിയറിയൊക്കെ പഠിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ തിയറി പാർട്ടൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഭാവിയിൽ നിങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ പെയിൻറ്റിങ് ഓർ ഷെയ്ഡിങ് ലാൻഡ്സ്കേപ്പിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലിരുന്നാൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.